അപ്പോൾ നമ്മളൊരു അസുഖത്തിന് റിവേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ തയ്യാറെടുക്കുന്ന സമയത്ത്, അതായത് പ്രത്യേകിച്ച് ഒരു ലൈഫ് സ്റ്റൈൽ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു അസുഖത്തിന് റിവേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന സമയത്ത് നമ്മൾ എപ്പോഴും ആലോചിക്കുക എന്തൊക്കെ ഒഴിവാക്കണം, എന്ത് കുറക്കണം, എന്ത് ഒഴിവാക്കണം. അങ്ങനെയാണ് നമ്മളെപ്പോഴും സാധാരണ ആലോചിക്കുക. അപ്പോൾ അങ്ങനെ ആലോചിക്കുന്നതിന് പകരം എന്ത് ഒഴിവാക്കണം എന്ന് ആലോചിക്കുന്നതിന് പകരം എനിക്ക് എന്ത് കഴിക്കാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ കൂടുതൽ പഠിക്കേണ്ടത്. അപ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നു. നമ്മൾ ചോറ് കഴിക്കുന്ന സമയത്ത് നമുക്ക് വൻപയർ, മുതിര അങ്ങനത്തെ ആഡ് ചെയ്യാൻ പറ്റും. പിന്നെ വെള്ളം കുടിക്കുമ്പോൾ അതിലോട്ട് എന്തൊക്കെ ഉൾപ്പെടുത്താൻ പറ്റും എന്നുള്ളത് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു. ഇനി അടുത്ത 2 സംശയം വരാൻ പോകുന്ന സാധനമാണ്. ഒന്ന് ചിക്കൻ, ഫിഷ്. ഈ ചിക്കനും ഫിഷും നിങ്ങൾ റെസ്ട്രിക്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് എത്രത്തോളം കഴിക്കാൻ തോന്നുന്നോ അത്രത്തോളം നിങ്ങൾക്ക് ചിക്കൻ കഴിക്കാം, നിങ്ങൾക്ക് ഫിഷും കഴിക്കാം. ഈ കഴിക്കുന്നതിൽ ആകെ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് പൊരിച്ചതും അതുപോലെ തന്നെ ഫിഷ് പൊരിച്ചും ചിക്കൻ പൊരിച്ചും ഒക്കെ കഴിക്കാം. പക്ഷെ എല്ലാ സമയത്തും നമ്മൾ ചിക്കൻ പൊരിച്ചതാണ് കഴിക്കുന്നത്, എല്ലാ സമയത്തും ഫിഷ് പൊരിച്ചാണ് കഴിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് അസുഖം കുറച്ച് മോശമാവാൻ സാധ്യത ഉണ്ട്. അപ്പോൾ പൊരിച്ചത് കഴിക്കാം, പക്ഷെ കൂടുതലും കറി ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് ചിക്കൻ റോസ്റ്റ് ആയിട്ട് കഴിക്കാം, ചിക്കൻ മുളകിട്ടിട്ട് കഴിക്കാം, അതേപോലെ ഫിഷ് മുളകിട്ടിട്ട് കഴിക്കാം, ഫിഷ് വാഴയിലയിൽ വാട്ടിയിട്ട് ഉള്ളിയൊക്കെ ഇട്ടിട്ട് അങ്ങനെ കഴിക്കാം. അങ്ങനെ പല രീതിയിലും നിങ്ങൾക്ക് കഴിക്കാൻ പറ്റും. അൽഫാം പോലത്തെ അങ്ങനത്തെ ഫുഡുകൾ കഴിക്കാൻ പറ്റും. പക്ഷെ അത്തരം ചിക്കനൊക്കെ കഴിക്കുന്ന സമയത്ത് അതിൽ മയണൈസ് ഒരുപാട് കൂട്ടിയിട്ട് കഴിക്കുന്നില്ല എന്നുള്ളത് നിങ്ങൾ ഉറപ്പുവരുത്തുക. പിന്നെ ചിക്കൻ്റെ ഇപ്പോൾ മന്തി, ഷവർമ അതുപോലത്തത് കഴിക്കുന്ന സമയത്ത് റൈസ്, അതായത് ഇപ്പോൾ മന്തി റൈസ് കൂടുതലും ഒരുപാട് മയണൈസും കുറച്ച് ചിക്കനും കഴിക്കുന്നതിന് പകരം ചിക്കൻ നന്നായിട്ട് കഴിക്കുക. ഒരിത്തിരി ഒക്കേഷനിൽ പോകുന്ന സമയത്ത് മന്തി റൈസ് ആണെങ്കിൽ അത് കുറച്ച് കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ മയണൈസ് മിതമായിട്ട് അല്ലെങ്കിൽ ഒഴിവാക്കിയിട്ട് കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള നിങ്ങളുടെ പ്രമേഹത്തിന് അത് റിവേഴ്സ് ചെയ്യാൻ നിങ്ങൾക്കത് സഹായിക്കും. അപ്പോൾ നിങ്ങളൊരു ഭക്ഷണം ഫുള്ളായിട്ട് ഒഴിവാക്കുന്നതിന് പകരം അത് ഇപ്പോൾ ഇടയ്ക്കൊക്കെ മന്തി കഴിക്കാൻ ആഗ്രഹമുള്ള ആളുകളുണ്ടാവും. അപ്പോൾ തീരെ ജീവിതത്തിൽ ഒരിക്കലും മന്തി കഴിക്കരുതെന്ന് പറഞ്ഞാൽ അത് ആക്സെപ്റ്റബിൾ ആവില്ല, കാരണം ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഇടയ്ക്കൊക്കെ കഴിക്കാം, കുഴപ്പമില്ല. പക്ഷെ മയണൈസ് ശ്രദ്ധിക്കണം. കുറച്ച് ചിക്കനും ഒരുപാട് റൈസും കഴിക്കുന്നതിന് വരെ കൂടുതൽ ചിക്കനും കുറച്ച് റൈസും ആക്കിയിട്ട് കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് ആസ്വദിക്കും ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഉണ്ടാവുന്ന ആ ദോഷത്തിന് നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാനും പറ്റും. അപ്പോൾ മീൻ കഴിക്കുമ്പോഴും ഈ ഒരു രീതി ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക.